അതിരപ്പിള്ളിയിൽ തുമ്പിക്കൈ മുറിഞ്ഞ് അറ്റുപോകാറായ നിലയിൽ കാട്ടാനയെ കണ്ടെത്തി. ആനക്കയം ഭാഗത്താണ് കുട്ടിയാന അടക്കമുള്ള കൂട്ടത്തിലെ പിടിയാനയെ ദാരുണമായ അവസ്ഥയിൽ കണ്ടെത്തിയത്. ആനകൾ തമ്മിലുള്ള സംഘടനത്തിലോ കമ്പിവേലിയിൽ കൊണ്ട് മുറിഞ്ഞതോ ആകാനാണ് സാധ്യതയെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം. MS ലിഷോയ് വിവരങ്ങളുമായി. ലിഷോയ്, ഈ കാട്ടാനയുടെ കാര്യത്തിൽ എങ്ങനെ ഇടപെടാനാണ് ഇപ്പോൾ വനംവകുപ്പ് ആലോചിക്കുന്നത്? അതായത് ഉൾവനത്തിലാണ് ഈ ആനയെ പലപ്പോഴായി കണ്ടിട്ടുള്ളത്. നേരത്തെ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. പക്ഷേ പിന്നീട് അന്ന് നടത്തിയ പരിശോധനയിലൊന്നും തന്നെ ആനയെ കണ്ടെത്തിയിരുന്നില്ല. ഇന്നലെയാണ് വീണ്ടും ആനക്കയം ഭാഗത്ത് ഈ ആനയുടെ ദൃശ്യങ്ങൾ കണ്ടെത്തിയത്. ആനയുടെ തുമ്പിക്കൈയുടെ അഗ്രഭാഗത്ത് ഒരു ഭാഗം പൂർണ്ണമായും അടർന്നു പോകാറായ രീതിക്ക് മുറിവ് ഉണ്ട് എന്നുള്ളതാണ്. അത് ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ്. കാരണം ആനകളെ സംബന്ധിച്ചിടത്തോളം തുമ്പിക്കൈയിൽ വലിയ മുറിവൊക്കെ തന്നെ ഉണ്ടാവുകയാണെങ്കിൽ അത് അവയുടെ ഈ ഭക്ഷണത്തിന് ഉൾപ്പെടെ, അതായത് ഈ തീറ്റ തേടുന്നതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു പങ്ക് വഹിക്കുന്നത് തുമ്പിക്കൈയാണ്. തുമ്പിക്കൈ കൊണ്ടാണ് അവ തീറ്റ കൃത്യമായി എടുക്കുന്നതും എല്ലാം തന്നെ. അപ്പോൾ അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ ഗുരുതരമായൊരു പ്രശ്നം ആനയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയിട്ടുണ്ട്. അവർ ഈ ആനയെ സംബന്ധിച്ച് നിരീക്ഷണം നടത്തി വരികയാണ്. പക്ഷേ ആനയെ പിടികൂടി അതിനൊരു പരിചരണം നൽകുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം കൂട്ടത്തോടു കൂടി നടക്കുന്ന ആനയാണ്. അതിനോടൊപ്പം തന്നെ ഈ ആനയെ ഉൾവനത്തിലാണ് കൂടുതൽ സമയവും ഉണ്ടാകാറുള്ളത്. അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും മാത്രമേ ഈ പ്രധാന ഇടത്തേക്ക്, അതായത് റോഡ് സൈഡിലേക്കോ മറ്റോ ഒക്കെ എത്താനായുള്ള സാധ്യത ഉണ്ടാകാറുള്ളൂ. എന്തായാലും ആനയെ കണ്ടെത്തി അതിനുവേണ്ട ഒരു പരിചരണം നൽകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണം എന്നുള്ളതാണ് വന്യജീവി സ്നേഹികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. എന്തായാലും വനംവകുപ്പ് ഇത് സംബന്ധിച്ച് നിരീക്ഷണം നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്.